ഈസി ആയിട്ട് ഒരു വെജിറ്റബിൾ ഷോപ്പിലാണെങ്കിൽ പോലും ബില്ല് ചെയ്യാം, സ്റ്റേഷനറി ഷോപ്പാണെങ്കിലും ബില്ല് ചെയ്യാം. ഒരു കസ്റ്റമർ വന്നിട്ട് ക്യാരറ്റ് 1.5 കിലോ ആണ് എടുക്കുന്നതെങ്കിൽ നേരെ എൻ്റർ കൊടുത്തിട്ട് ക്യാരറ്റ് എന്നുള്ള ലെറ്റർ സെലക്ട് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു, 1.5 കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ടോട്ടൽ 30 രൂപയായിരിക്കും. അതായത് 1 കിലോ 20 ആണ്, 1.5 കിലോ എടുത്തപ്പോൾ 30 രൂപയായിരിക്കും. അതിനുള്ളിൽ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ബില്ലും ജനറേറ്റ് ആവും. അടുത്ത കസ്റ്റമർ വന്നിട്ട് കണ്ണന്തേവനാണ് എടുക്കുന്നതെങ്കിൽ എൻ്റർ കൊടുക്കുന്നു, കെ എന്നുള്ള ലെറ്റർ കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു, എത്ര ക്വാണ്ടിറ്റിയാണ് പാക്കറ്റ് എടുക്കുന്നത് എന്നുള്ളത് ചോദിക്കും, 2 ക്വാണ്ടിറ്റി കൊടുത്ത് എൻ്റർ കൊടുക്കുന്നു. മതിയെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ബട്ടൺ. അടുത്ത കസ്റ്റമർ വന്നിട്ട് സോപ്പാണ് എടുക്കണമെങ്കിൽ എൻ്റർ കൊടുക്കുന്നു, എസ് എന്നുള്ള ലെറ്റർ കൊടുത്ത് സെലക്ട് ചെയ്യുന്നു, 2 സോപ്പാണ്, എൻ്റർ കൊടുക്കുന്നു, 30 രൂപയുടെ സോപ്പാണ്. അടുത്ത വീണ്ടും സോപ്പ് തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ എസ് ഒന്ന് കൊടുക്കുന്നു, അത് 2 എടുക്കുന്നത്. അത് വരുമ്പോഴത്തേക്കും 40 രൂപയുടെ സോപ്പ് എടുക്കണമെങ്കിൽ 40 കൊടുക്കുന്നു. വീണ്ടും അതേ കസ്റ്റമർ തന്നെ ക്യാരറ്റ് കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ സി എന്നുള്ള ലെറ്റർ കൊടുത്ത് 1/2 കിലോ 0.5 കൊടുക്കാം, എൻ്റർ കൊടുക്കും. മതിയെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ബില്ലുകൾ ചെയ്യാവുന്നതാണ്. 2 മോഡലിലും ബില്ലിംഗ് ചെയ്യുന്ന രീതി ഇതേ രീതിയിൽ തന്നെയാണ്. 2 ഇഞ്ച് ആണെങ്കിലും 3 ഇഞ്ച് ആണെങ്കിലും പേപ്പറിൻ്റെ ഒരു സൈസിൻ്റെ ഡിഫറൻറ്റ് മാത്രമാണ്. 3 ഇഞ്ച് മെഷീനിൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് കൂടെ കണക്ട് ചെയ്യാവുന്നതാണ്.